ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്ത് നന്മയുള്ള ജീവിതം നയിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള ഭർത്താവ് എന്നുള്ള ഒരു തലക്കെട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭർത്താവ് സ്നേഹമുള്ളവനായിരിക്കണം. ആ സ്നേഹം ഭാര്യയോട് തുറന്നു പറയുവാനും പ്രകടിപ്പിക്കുവാനും ഹൃദയവിശാലത, സന്മനസ്സ് കാണിക്കണം എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയും അവരുടെ ആ ദാമ്പത്യ ജീവിതം അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില സങ്കീർണമായ ഘട്ടങ്ങൾ വരും. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരും. ആ ഘട്ടത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ എത്രമാത്രം വിവരണാതീതമായ തോതിൽ പ്രവാചകന് ആശ്വാസം നൽകിക്കൊണ്ട്, പ്രവാചകനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഇനി പ്രവാചകനോ തൻ്റെ ഇണകളോട് ഏറെയേറെ സ്നേഹമുള്ള, ഏറെ ആർദ്രതയുള്ള മഹാനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലയാൾ ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ നിൽക്കുന്നവനാണ് എന്നുള്ളതാണ്. തൻ്റെ ഇണയോട്, താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഇണയോട് മാന്യമായിട്ടുള്ള നിലയിൽ വർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഭർത്താവിൻ്റെ ചുമതല. നിങ്ങൾ നോക്കൂ, സ്നേഹമുള്ള ഭർത്താവ് എന്ന് പറയുമ്പോൾ പല കുടുംബങ്ങളിലും ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള കാരണം ഭർത്താവ് തൻ്റെ ഈ കടമകളും ബാധ്യതകളും ശരിയാവണ്ണം നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ടി മുർഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്പം
മനസ്സിന് തകരാറുള്ള എന്ന് പറഞ്ഞ ചെറിയ തോതിൽ മെൻ്റൽ പ്രോബ്ലമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഈ സ്ത്രീയെ കൂടുതൽ പരിഗണന നൽകി അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സംഭവം കാണുകയുണ്ടായി. അപ്പം അദ്ദേഹം എന്താ ചെയ്തറിയോ? ഭാര്യയുടെ 15 ഗുണങ്ങൾ എഴുതി. അതെഴുതിയിട്ട് ബെഡ്റൂമിലെ കണ്ണാടിയുടെ സൈഡിൽ അങ്ങനെ പതിച്ചു വെച്ചു. അപ്പോൾ ഈ ടീം മുർഫി എന്ന് പറയുന്ന ആ വ്യക്തി അത് എഴുതി വെച്ചു. അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞിട്ട്, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഒരു യാത്ര കഴിഞ്ഞിട്ട് അവർ വരികയാണ്. അവർ വന്നിട്ട് തൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഈ കണ്ണാടിയിൽ ഭർത്താവ് തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതിലൊന്ന് പറയുന്നത് അവൾ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് എന്നുള്ളതാണ്. അതുപോലെ അവൾ എന്നെ പലപ്പോഴും ചിരിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ നടന്നൊരു സംഭവം പിന്നെ പറയുക മാത്രമല്ല, നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ ഇണ എൻ്റെ നല്ല സുഹൃത്താണോ, അല്ലെങ്കിൽ ഞാൻ അവളോട് നല്ല സുഹൃത്താണോ, അവളെ ഞാൻ ചിരിപ്പിക്കാറുണ്ടോ, അവൾ എന്നെ ചിരിപ്പിക്കാറുണ്ടോ എന്നൊക്കെ ആലോചിക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്. ഒന്ന്, എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, എന്നെ പലപ്പോഴും ചിരിപ്പിക്കാറുണ്ട്, അവൾ സുന്ദരിയാണ്. ആളുകൾ സൗന്ദര്യം ഉണ്ടെങ്കിലും സൗന്ദര്യമുണ്ട് എന്ന് തുറന്നു പറയാൻ മടി കാണിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ എന്നിലെ കുസൃതിക്കാരനെ അംഗീകരിച്ചവളാണ്. തമാശയും മറ്റുമൊക്കെ പറയുമ്പോൾ അതൊക്കെ അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ദയയുള്ളവളാണ്. ഭാര്യയെക്കുറിച്ച് ഭാര്യയുടെ പ്ലസ് പോയിന്റുകൾ എഴുതി വച്ചിരിക്കുകയാണ്. അവൾ ദയയുള്ളവളാണ്, മധുരമായി പാട്ട് പാടുന്നവളാണ്, പ്രയാസങ്ങളിലും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവളാണ്. അതുപോലെ എൻ്റെ കരിയറിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നവളാണ്. ഇങ്ങനെ ഈ 15 കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ കുറിപ്പ് കണ്ണാടിയിൽ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചത് ഇവർ കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒരു സ്നേഹമുള്ള ഭർത്താവിൻ്റെ പിന്നെ ഒരു പ്രവൃത്തി, തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള മതിപ്പുകൾ, അവളെക്കുറിച്ചുള്ള പ്രത്യേകതകൾ, അത് ഒരർത്ഥത്തിൽ തുറന്ന് പറയുകയായിരുന്നു. എഴുതി വെച്ചതാണെങ്കിലും പറയുകയായിരുന്നു, അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അത് തൻ്റെ ഭാര്യയിലുണ്ടാക്കിയിട്ടുള്ള സന്തോഷം, അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെളിച്ചം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിയോഗം പ്രാപിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പല സംഭവങ്ങൾ പറയുമ്പോഴും എനിക്ക് സ്വർഗത്തിൽ ഇണയായിട്ട് നിന്നെ തന്നെ ലഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അബൂദർദ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തമാശകളൊക്കെ പല ആളുകളും പലതും പറയാറ്, ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, ഒരു സ്വഹാബി തൻ്റെ ഭാര്യയോട് നിന്നെ തന്നെ എനിക്ക് സ്വർഗ്ഗലോകത്ത് അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിൽ നിന്നെ ഇണയായി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവർ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് പ്രമുഖന്മാരായിട്ടുള്ള ഭരണകർത്താക്കൾ പോലും വിവാഹം അന്വേഷിച്ചിട്ട് കല്യാണത്തിനൊന്നും തയ്യാറായില്ല, വേറെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. ആ അബൂദർദ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ആ ദാമ്പത്യ ജീവിതത്തിലെ മഹനീയമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്നേഹസ്മരണമായിട്ടുള്ള ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അവർ ജീവിതം മുന്നോട്ട് നയിക്കാൻ, ആ അദ്ദേഹത്തോടൊപ്പം സ്വർഗീയ ലോകത്തും അനന്തമായി സന്തോഷമായി കഴിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഖദീജയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ ആദ്യത്തെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയെ കണ്ടില്ല. പക്ഷേ പ്രവാചകൻ അവരെക്കുറിച്ച് പലപ്പോഴും പറയുന്നു. അവർക്ക് വേണ്ടി ചില അവരുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരികളായിട്ടുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക. ഹദീസിൽ കാണാം, ആടിനെ ഇറക്കുമ്പോൾ മാംസമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. ആ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് എന്താണ് ഇത്രമാത്രം എന്ന് പറയുണ്ടായി. അപ്പോൾ പ്രവാചകൻ എത്രമാത്രം നല്ല ഒരു ഭർത്താവായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരു സന്തോഷത്തിൽ മാത്രമല്ല, പണം ഉണ്ടെങ്കിൽ മാത്രം ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് പണവും ഒക്കെ ഉണ്ടെങ്കിൽ അവളുടെ കൂടെ, അങ്ങനെയല്ല. അവൾ എല്ലാ ഘട്ടങ്ങളിലും സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ ഒരുപോലെ ഏതവസ്ഥയിലും നല്ല പോലെ നിലകൊണ്ടുകൊണ്ട് ആ കുടുംബജീവിതം മുന്നോട്ട് നയിക്കേണ്ടവനാണ് സ്നേഹമുള്ള ഭർത്താവ് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ എങ്ങനെ ഒരു സ്നേഹമുള്ള ഭർത്താവായി മാറാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പലപ്പോഴും ഭാര്യയെക്കുറിച്ച് കേൾക്കാൻ, അവൾ പറയുന്നത് കേൾക്കാനുള്ളൊരു സന്മനസ് പലപ്പോഴും ആളുകൾ പ്രകടിപ്പിക്കാറില്ല. ഒന്നും ഉണ്ടാതെ ഇരിക്ക് എന്നുള്ള നിലക്കാണ് ആളുകളുടെ പല ആളുകളുടെയും ഒരു സമീപന രീതി. അതൊന്നിരുന്ന് അവൾ പറയുന്നത് കേട്ട് അതിന് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പ്രതികരണം, ഒരു മറുപടി അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അതിൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അനുദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തുള്ള കുടുംബജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ടൈറ്റിലിൽ ഭർത്താവിന് ഏറ്റവും നല്ല ഭർത്താവായി മാറാൻ പറയുന്നത് ഭാര്യയുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. അപ്പോഴാണ് സ്നേഹമുള്ള ഭർത്താവായി മാറുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും എന്താ ഭാര്യമാർ ഇങ്ങോട്ട് ആവശ്യങ്ങൾ പറയുമായിരിക്കും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങോട്ട് നിനക്ക് എന്ത് വേണമെന്ന് അങ്ങോട്ട് ചോദിച്ചറിയണം എന്നുള്ളതാണ്. ഒരു സ്നേഹമുള്ള ഭർത്താവായി മാറാൻ നിനക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നങ്ങോട്ട് ചോദിച്ചറിയണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്നേഹം ഇങ്ങനെ മനസ്സിലൊതുക്കിയാൽ മാത്രം പോരെ, നേരത്തെ എഴുതി വെച്ചു എന്ന് പറഞ്ഞ പോലെ അത് പ്രകടിപ്പിക്കണം. സ്നേഹം ഉണ്ടാവും പലർക്കും, പക്ഷെ ഇത് പ്രകടിപ്പിക്കണം. ആ സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ അത് മൊഴിയായിട്ട് വരണം, അത് പറയണം എന്നുള്ളതാണ്. സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ഭാര്യയുടെ കൂടെ അടുക്കള ജോലിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള, പല ജോലികളിലും സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിലെ 6-7 സംഗതികൾ വിവരിക്കുന്നുണ്ട്. ആടിനെ കറക്കൽ മുതൽ പല സംഗതികളും പ്രവാചകൻ വീട്ടിനകത്ത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, അതുപോലെ അല്ലെങ്കിൽ കീറിയ വസ്ത്രങ്ങൾ തുന്നുന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും വീട്ടിൽ സഹായിക്കുക. ഇതിപ്പോൾ ആളുകളുടെ സ്വഭാവം എന്താ അറിയുങ്ങൾ, പലപ്പോഴും ആളുകളുടെ സ്വഭാവം ഇപ്പോൾ ഒരു വീടിൻ്റെ പൂമുഖത്തിരിക്കുകയാണ്, പത്രമൊക്കെ വായിച്ച് ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഫാനിൻ്റെ സ്വിച്ചൊന്നും ഇടാൻ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്ത് അലക്കിക്കൊണ്ടിരിക്കുന്ന ഭാര്യയെ എടി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സ്വിച്ചൊന്ന് ഓഫാക്കും, ഇതൊന്ന് എഴുന്നേറ്റ് ഓഫാക്കിയാലും മതി. അപ്പോൾ അതിന് മടി കാണിച്ച് അവിടെ നിന്ന് വിളിച്ചു വരുത്തുന്ന ആ രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുജോലിയിൽ ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹമുള്ള ഭർത്താവാകാൻ എന്തെല്ലാം പാഠങ്ങളാണ് മഹാനായ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്കുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളിൽ, അയൽവാസികൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഇന്ന ഗുണങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവൾക്ക് ഇന്ന നന്മകളുണ്ട്, അവൾ ഇന്നത് ചെയ്യും, അവൾ അതിനൊക്കെ ഉഷാറാണ് എന്ന്
അവളുടെ അസാന്നിധ്യത്തിൽ അവളെക്കുറിച്ച് മറ്റുള്ളവരോട് നന്മ പറയാനുള്ള ആ ഒരു പ്രവണത അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. സത്യത്തിൽ പലരും എഴുതുന്നതെന്ന് വെച്ചാൽ ജീവനേക്കാൾ സ്നേഹിക്കും എന്ന് പറയുന്നു, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല, അത് പറയുന്നില്ല, അത് ചെയ്യുന്നില്ല, ആരോടും ഭാര്യയെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നില്ല. അങ്ങനെയാകുമ്പോൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല ഭർത്താവായി മാറാൻ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ അവിടെ ചില ആളുകൾ പോകുന്നുണ്ട് ചെയറില്ല എന്ന് വിചാരിച്ചു കൊണ്ടിട്ടോ. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ഭർത്താവാകാൻ വേണ്ടി ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു പുരുഷൻ, ആ പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത്ര കാലം, ഇപ്പോൾ 20-ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ്. 20 വർഷക്കാലം അവളുടെ ഉമ്മയുടെ സഹോദരങ്ങളുടെ അടുക്കൽ അവരുടെ സ്നേഹമൊക്കെ അനുഭവിച്ച് അവരുടെ പരിലാളനകൾ അനുഭവിച്ചുകൊണ്ട് അവൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതൊന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ളത് മാത്രം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ ആ ലക്ഷ്യം മാത്രം അങ്ങോട്ട് നടപ്പാക്കാൻ ആ ഒരു രീതിയല്ല. മുമ്പ് കാലത്തൊക്കെ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഉപകരണം എന്നുള്ള അർത്ഥത്തിലായിരുന്നു. ഭർത്താവിനോട് മനസ്സു തുറന്നൊന്ന് സംസാരിക്കാനുള്ള അവസരം പോലും ഇല്ലാത്ത ഒരു ഗതി. അതല്ല ഇസ്ലാം പറയുന്നത്. പ്രവാചകൻ എൻ്റെ ജീവിതത്തിലൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഇണക്ക് അവൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം ഒക്കെ നൽകിയിരുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ്. ഇനി ഭാര്യയുടെ അടുക്കൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ പോലും അവളെ സമാധാനിപ്പിക്കുക, ആ രൂപത്തിലായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഇസ്ലാം വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് ക്ലിയറായിട്ട് അറിയേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഈ മഹർ ഉണ്ടല്ലോ. മഹറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു കൊണ്ട് പറയുന്നുണ്ട്. മഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹറിനെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം 4-ാം സൂക്തത്തിലും 4-ാം അധ്യായം 25-ാം സൂക്തത്തിലും പറയുന്നുണ്ട്. ആ രണ്ട്, അത് മാത്രമല്ല വേറെയും ഖുർആനിൽ മഹറുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിൽ 4-ാമത്തെ സൂക്തം വആതു നിസാ സുദുഖാതിഹിന്ന നിഹ്ല, നിങ്ങളുടെ ഇണകൾക്ക് ഈ വിവാഹ മൂല്യം നിഹ്ല എന്ന് പറയുന്നത്. നിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നൽകേണ്ടുന്ന ഒരു സമ്മാനം, വിവാഹ മൂല്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ഈ സൂറത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 25 വആതുഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്, മര്യാദയനുസരിച്ച് നിങ്ങളത് നൽകുക എന്ന് പറയുന്നുണ്ട്. ആ മഹർ എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് അർഹിക്കുന്ന രൂപത്തിൽ തന്നെ മഹർ നൽകാനായിട്ട് പരിശ്രമിക്കണം. നിങ്ങൾ നോക്കൂ, മഹറുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. ചില സമ്പത്ത് മാത്രം ലക്ഷ്യമാക്കുന്ന ചില ആളുകൾ എന്താ ചെയ്യുന്നത് അറിയില്ലേ? സ്ത്രീധനം വാങ്ങിയിട്ട് അതിൽ നിന്ന് നിക്കാഹിൻ്റെ മുമ്പേ സ്ത്രീധനെ കുറപ്പിച്ചത് വാങ്ങിയിട്ട് അതിന്നെടുത്തിട്ട് മഹർ കൊടുക്കുന്ന രീതി, അതൊന്നും ശരിയാവുകയില്ല. മഹർ ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ഹലാലായ വിധത്തിൽ കിട്ടിയിട്ടുള്ള അതിൽ നിന്നെടുത്ത് മഹർ കൊടുക്കണം. അതാണ് ഈ മഹർ എന്ന് പറഞ്ഞത്. പറഞ്ഞാൽ മാത്രം പോരാ, നിർബന്ധം എന്നാ. നിഹ്ലത്ത് എന്നുള്ളത് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുക്കുന്ന കാര്യമുണ്ട്. അതായത് അന്നിഹ്ലത്ത് ഫീ കലാമിൽ അറബ് അൽ ഫർദ് അൽ വാജിബ്. ഈ നിഹ്ലത്ത് എന്ന് പറയുന്നത് അറബികളുടെ പദാവലികളിൽ അത് നിർബന്ധം എന്നുള്ളതാണ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ കാണണം. പിന്നെ ഈ മഹർ അതൊക്കെ കൊടുക്കുന്നു, പിന്നെ വാങ്ങുന്നു, അത് എന്നിട്ട് ഭർത്താവ് അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞൊരു മാസമാകുന്നതിന് മുമ്പ് തന്നെ
ആ മഹർ അങ്ങോട്ട് നഷ്ടപ്പെടുന്ന രീതി, ഇതൊന്നും തന്നെ ശരിയല്ല. സാമ്പത്തികമായിട്ട് നേട്ടത്തിന് വേണ്ടി അവളെ ഉപകാരപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഒരു നല്ല ഭർത്താവിൻ്റെ ഗുണം എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾ, അവൾക്കുള്ള വസ്ത്രം, താമസം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതാണ് അതിൻ്റെ ഒരു രീതി. അതൊക്കെ നിർബന്ധമാണ് എന്നുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ രേഖപ്പെടുത്തിയ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായം 233 ആ സൂക്തത്തിൽ പറയുന്നത് റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, അവൾക്കുള്ള ഭക്ഷണം, അവൾക്കുള്ള വസ്ത്രം എന്ന് പറയുന്നുണ്ട്. ഇനിയോ ഇത് സാമ്പത്തിക ശേഷി, അവിടെ ലേഡീസിന് ചെയർ കിട്ടിയില്ലെന്നുണ്ട് നിൽക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരുടെ സമ്പത്തിന് അത് സമ്പത്തിൻ്റെ തോതനുസരിച്ച് അത് നൽകണം എന്നുള്ളതാണ്. ലിയുൻഫിഖു സഅതിൻ മിൻ സഅതിഹി, സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം, അവരുടെ ആ കഴിവിൽ നിന്ന് നൽകണം എന്നുള്ളതാണ് പറയുന്നത്. വമൻ ഖുദിറ അലൈ, ആർക്കെങ്കിലുമൊക്കെ ഞെരുക്കുണ്ടെങ്കിൽ ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അവന് അള്ളാഹു നൽകിയിട്ടുള്ള അതിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ വേറെ രൂപമുണ്ട്. ഒരാൾക്ക് സമ്പത്തുണ്ട്, എന്നിട്ടും ഭാര്യയ്ക്ക് അർഹമായിട്ടുള്ള പണം കൊടുക്കുന്നില്ല എങ്കിൽ അവൾക്ക് ഭാര്യ എന്നുള്ള ആ പദവി ഉപയോഗപ്പെടുത്തി ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് എടുക്കാമെന്നാണ്. സ്നേഹമുള്ള ഭർത്താവ് എന്താ ചെയ്യേണ്ടത്, അവളുടെ ന്യായമായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ന്യൂ മോഡൽ ഐഫോൺ വാങ്ങുക എന്നുള്ളതല്ല, അടിസ്ഥാന ആവശ്യങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെ ഒരു സഹോദരി അവർ കടന്നു വന്നു, ഹിന്ദ് ബിൻ തുഅ്തുബ റളിയല്ലാഹു അൻഹു, അവർ കടന്നു വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഭർത്താവ് അദ്ദേഹം സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, പക്ഷേ പിശുക്കനാണ്. അദ്ദേഹം എനിക്കും എൻ്റെ മക്കൾക്കും ആവശ്യമായിട്ടുള്ള പണം തരുന്നില്ല, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദി മിൻ മാലിഹി ബിൽ മഅറൂഫ്, ന്യായമനുസരിച്ച് നീ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തോ. മാ യക്ഫീകി വയക്ഫീ ബനീകി, നിനക്കും നിൻ്റെ മക്കൾക്കും ആവശ്യമായത് എടുക്കുക. അനാവശ്യമായിട്ട് നമ്മൾ നോക്കണം. ചില സ്ത്രീകൾ ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ, ഈ അടുത്ത് വന്നിട്ടുള്ളൊരു വാർത്ത, 20 ലക്ഷം ഭർത്താവ് അറിയാതെ കൊടുത്തു എന്നുള്ളതാണ്. എന്തോ ഒരു സംഭവത്തിന് അങ്ങനെ ആ വിവാഹ ബന്ധം തന്നെ ശിഥിലമായി പോയി എന്നുള്ളതാണ്. അങ്ങനെ പാടില്ല. നമ്മൾ കൂടിയാലോചനകൾ വേണം. പക്ഷേ ഇത് ഏത് സന്ദർഭത്തിലാണ്? ന്യായമായ അവകാശങ്ങൾ പണമുണ്ടായിട്ടും ഭർത്താവ് നൽകുന്നില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലെങ്കിൽ പോലും അടിസ്ഥാനമായ ന്യായമായിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പണം എടുക്കാം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞല്ലോ, ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നോക്കൂ, ഒരു നല്ല ഭർത്താവ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, അവൾ എൻ്റെ ദാസിയാണ്, അവൾ എൻ്റെ അടിമയാണ്, എൻ്റെ വീട്ടുജോലിക്കാരിയാണ് എന്നുള്ള സങ്കല്പമല്ല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇത്രമാത്രം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകളുടെ അഭിമാനത്തിന് വേണ്ടി ആരാണ് സംസാരിച്ചത്? പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പ്രവാചകൻ, നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു അമാനത്താണ്, അള്ളാഹു വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു സ്വത്താണ് നിന്റെ ഇണ എന്നാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവളോടുള്ള പെരുമാറ്റത്തിൽ, അവളോടുള്ള സംസാരത്തിൽ, അവളുടെ അവകാശങ്ങൾ നൽകുന്നതിൽ, അവളോടുള്ള സമീപനത്തിൽ, അവളുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ആ ഒരു വേദന ഇട്ട് കൊടുക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അവളുടെ ജനനേന്ദ്രിയം നിനക്ക് ഹലാലായത് എങ്ങനെയാ? അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്.
അതൊക്കെ വലിയ ഒരു ഭാര്യയുടെ ഒരു സ്ത്രീയുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ത്രീയുടെ മഹത്വം അറിയിക്കുന്ന വചനങ്ങളാണ്. ഭർത്താവ് എത്രമാത്രം സൂക്ഷ്മത കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന വചനമാണ്. എന്നിട്ട് ആ ഹദീസിൻ്റെ അവസാനത്തിൽ എന്താ പറയുന്നത്? വലഹുന്ന അലൈകുന്ന റിസ്ഖഹുന്ന വകിസ്വതുഹുന്ന, അവൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെ ബിൽ മഅറൂഫ്, ന്യായമായ വിധത്തിൽ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ പുറത്തുനിന്ന് കുടുംബസഹിതം ഭക്ഷണം കഴിക്കാനൊക്കെ പോകും. അപ്പോൾ അതൊക്കെ വേണം. ഇടയ്ക്ക് ഒരു സന്തോഷവും ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളൊക്കെ തമ്മിലുള്ള ആ ഒരു മാനസിക ഐക്യം കൂടുതൽ ശക്തമാകാനും കൂടുതൽ സ്നേഹബന്ധമുണ്ടാകുവാനും അതൊക്കെ വേണം. പക്ഷേ ഒരു സ്ത്രീ പറയാണ്, നമുക്ക് എന്നും അങ്ങനെ പോകുക, എന്നും ഷോപ്പിംഗ്, എന്നും പുറത്തുനിന്ന് ഫുഡ്, അത് ശരിയല്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ന്യായമായ, ഈ ഹദീസിലൊക്കെ പറയുന്നു, ഖുർആൻ്റെ വചനത്തിൽ നമുക്ക് കാണാം, ബിൽ മഅറൂഫ്, ന്യായമായിട്ടുള്ള തോതിൽ വസ്ത്രം, ഭക്ഷണം, അതാണ് പിന്നെ ഇസ്ലാം പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ഭക്ഷണമോ വസ്ത്രമൊക്കെ തടഞ്ഞാൽ പാപിയാകാൻ, കുറ്റക്കാരനാകാൻ അത് തന്നെ മതി എന്ന് പ്രവാചകൻ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പാപിയാകാൻ അവൾക്ക് അവകാശപ്പെട്ട ഭക്ഷണം, വസ്ത്രം അത് തടയുന്നത് അത് തന്നെ മതി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഇനി താമസം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും, നിങ്ങൾക്ക് സാധിക്കുന്ന, നിങ്ങളുടെ സാധ്യതയനുസരിച്ചുള്ള ഒരു ഭവനം, ഒരു താമസ സൗകര്യം അവൾക്ക് നിങ്ങൾ നൽകണം. ലാ തുളാറൂഹുന, വിശുദ്ധ ഖുർആന്റെ ആയത്ത, നിങ്ങളവരെ ഉപദ്രവിക്കരുത്. അവൾക്ക് ഒരു കുടുസതയുണ്ടാക്കാൻ, ഞെരുക്കമുണ്ടാക്കാൻ അവരോട് ദ്രോഹം കാണിക്കും. അള്ളാഹിൻ്റെ ഖുർആനിലെ വചന, ഈ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ്റെ ഹദീസുകളിലുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ഉന്നതമാണ്, എത്രമാത്രം ഒരു സ്ത്രീയുടെ ആത്മാഭിമാനവും അന്തസ്സും ഉയർത്തുന്നതാണ്, അവളുടെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നല്ല ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പിന്നെ ഈ ഒന്നിലധികം കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു നീതിയും കാണിക്കാതെ, പിന്നെ ഒരു ഭാര്യയുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കാതെ, അവൾക്ക് വേണ്ട സംരക്ഷണമോ വസ്ത്രമോ ഭക്ഷണമോ ഒരു ബന്ധമോ ഒന്നും, ഒരു അന്വേഷണമോ ഒന്നും, സുബ്ഹാനല്ലാഹ്, ചില സ്ഥലങ്ങളിലൊക്കെ ഈ പിന്നെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ കുട്ടിക്ക് കല്യാണം വന്ന് ആ കല്യാണത്തിന് പിന്നെ ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് അന്വേഷിച്ചു പോകുന്ന, ഇതൊന്നും മുസ്ലിം സമുദായത്തിന് വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളത്. അങ്ങനെയാണോ ഇസ്ലാമിൽ? ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, 2 കല്യാണമൊക്കെ കഴിക്കാൻ. ഇപ്പോൾ ഒരു നല്ല ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവ് മോശം ഭർത്താവാകുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോൾ അനീതി കാണിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ ഖിഫ്തും അല്ലാ തഅദലു ഫവാഹിദ, നിങ്ങൾ ഇണകൾക്കിടയിൽ നീതി കാണിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഒരാളെ കല്യാണം കഴിച്ചാൽ മതി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാ തഅദലു ഫവാഹിദ, നീതി നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഒന്ന് കഴിച്ചാൽ മതി, അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, അതിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, ആർക്കെങ്കിലും 2 ഇണകളുണ്ട്, എന്നിട്ട് ഒരാളിലേക്ക് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചു, ഒരാളോട് കൂടുതൽ ലാളന, ഒരാളോട് കൂടുതൽ പരിഗണന, അവളോട് കൂടുതൽ ബന്ധം, എങ്കിൽ ആ മനുഷ്യൻ അവൻ അന്ത്യദിനത്തിൽ അപമാനിതനായ വിധത്തിൽ ചെരിഞ്ഞ നിലക്കാണ് വരിക എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ 2133 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത് അത് വേണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഫർളാണെന്ന ഇമാം ഇബ്നു ഹസം അൽ അന്ദുലുസി അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ല എന്ന് പറയുന്ന കിതാബുണ്ട്, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വൽ അദ്ലു ബൈന സൗജാതി ഫർളുൻ, ഇണകൾക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ്.
ഇത് എന്തിനാ പറയുന്നത്? കുറേ നമ്മുടെ ഈ കാര്യങ്ങൾ ഒരു ഭർത്താവ് എത്രമാത്രം നീതിയും നന്മയും പുലർത്തുന്ന വ്യക്തിത്വമായിരിക്കണം എന്നുള്ളതിനാണ് നമ്മളിത് പറയുന്നത്. മുൻഗാമികളായ ആളുകൾ രേഖപ്പെടുന്ന കാര്യം, അവരുടെയൊക്കെ സൂക്ഷ്മത. ഇപ്പോൾ പലരും പറയാറുണ്ട് അവരൊക്കെ അറബികൾ ധാരാളം കല്യാണം കഴിച്ചു എന്ന്. പക്ഷെ അവരുടെ ആ നീതിബോധം നമ്മൾ കാണണം. അവർ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അൻ മുജാഹിദിൻ റളിയല്ലാഹു അൻഹു കാനു യസ്തഹിബ്ബൂന അൻ യഅദലു ബൈന നിസാ ഹത്താ ഫി തീബ്. ഈ തീബ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, അത്തർ, അതുപോലെയുള്ള സ്പ്രേ, അങ്ങനെയുള്ള സുഗന്ധ വസ്തുക്കൾ അത് വാങ്ങി ഉപയോഗിക്കുന്നതിൽ പോലും, അത് വാങ്ങി നൽകുന്നതിൽ പോലും അവർ നീതി പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. യതതയ്യബു ലിഹാദിഹി കമാ യതതയ്യബു ലിഹാദിഹി. ഒരുവൾക്ക് കൊടുക്കുന്നത് പോലെ, അവൾക്ക് സുഗന്ധം നൽകുന്നത് പോലെ ഇവൾക്കും സുഗന്ധം നൽകുന്നു. ഇനിയോ അതിലും അത്ഭുതകരമായ കാര്യം നിങ്ങൾ നോക്കൂ. മുഹമ്മദ് ബിൻ സീരീനെ കുറിച്ച് പറയാൻ അദ്ദേഹം പറയുന്നത് യുക്റഹു അൻ യതവല്ല ഫീ ബൈതി ഇഹ്ദാഹുമാ ദൂനൽ ഉഖ്റ. 2 കല്യാണം കഴിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് മാത്രം ഒന്നെടുക്കുകയാണ്, അവിടുന്ന് ഒന്നെടുക്കണമെന്നില്ല. അപ്പം അതുപോലും അനീതിയായിട്ട് കണ്ടിരുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നൊക്കെ സമൂഹത്തിൽ ഒന്നിലധികം കല്യാണം കഴിച്ചിട്ട് ആളുകളുടെ അവസ്ഥ എന്താ? പലപ്പോഴും പത്രങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ അപമാനം കൊണ്ട് തലതാഴ്ത്തേണ്ടി വരികയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും ധന്യമായ, ഏറ്റവും നീതി കൊണ്ടും നന്മ കൊണ്ടും സമ്പൽ സമൃദ്ധമായിട്ടുള്ള വചനങ്ങൾ അത് അവഗണിച്ചത് കൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് ഈ അവസ്ഥ. അപ്പോൾ ഒരു സ്നേഹമുള്ള ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു വുളുവിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അത്തറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ടൂറ് പോകാണ്, ഒരു ഭാര്യയുടെ കൂടെ അങ്ങനെ ടൂറ് പോകുന്നു, നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് പോയിട്ട് വല്ല ഭക്ഷണമോ ഐസ്ക്രീമോ മറ്റൊക്കെ കഴിക്കുന്നു. ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായ അവഗണന, അതൊക്കെ കടുത്ത തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഒരു 4 കാര്യങ്ങളെങ്കിലും ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അയാൾ ഒരു നല്ല സ്നേഹമുള്ള ഭർത്താവായി മാറുമെന്നാണ്. എന്താ വേണ്ട? 1, അവളും ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത. അപ്പം നമുക്ക് ഹൃദയമുണ്ട്, നമുക്ക് ബ്രെയിൻ ഉണ്ട്, നമുക്ക് കണ്ണുകളുണ്ട്. ഇതുപോലെ മജ്ജയും മാംസവും ഹൃദയവും ചിന്താശക്തിയും സ്വപ്നങ്ങളുമുള്ള ഒരു ജീവിയാണവൾ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അപ്പോഴാണ് സ്നേഹമുള്ള ഭർത്താവായി മാറുക എന്നുള്ളതാണ്. അവള് കടന്നു വന്നിട്ടുള്ളത് അവളുടെയൊക്കെ വീട്ടിൽ നിന്ന് അവരുടെയൊക്കെ സ്നേഹവും ലാളനയും അനുഭവിച്ചാണ്. അങ്ങനെ ആ പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് വരുമ്പോൾ അവൾക്ക് അർഹമായിട്ടുള്ള ആ പരിഗണനയും സ്നേഹം നമ്മൾ നൽകിയേ മതിയാകൂ എന്നുള്ള. രണ്ടാമതായിട്ട് പറയുന്നത്, ഈ പെൺകുട്ടി ഇങ്ങനെ വരുമ്പോൾ, ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള, ആശ്വാസകരമായിട്ടുള്ള, മനസ്സിന് ഒരിക്കലും വിങ്ങലോ നൊമ്പരമോ ഉണ്ടാകാത്തതായ, അവൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അവൾ പുറത്തുനിന്ന് കയറി വന്നതല്ല, അവളും ഈ വീടിൻ്റെ, ഈ കുടുംബത്തിൻ്റെ അംഗമാണ്, ഭാഗമാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്കോ വരുമ്പോൾ, അവിടുത്തെ പരിചയക്കുറവ് അല്ലെങ്കിൽ അവളുടെ അനുഭവക്കുറവ് ഒക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടാകാം. ഇപ്പോൾ നമ്മളിങ്ങനെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്, ഒരുപാട് രാജകീയമായ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് കയറി വന്ന ഈ പെൺകുട്ടി, അവളുടെ ചിന്ത വേറൊന്നാണ്. നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ ഇവളുടെ പെരുമാറ്റത്തിലോ ജീവിതത്തിലോ നമ്മൾ കണ്ടുകൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യായമായും അഡ്ജസ്റ്റ് ചെയ്ത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവളുടെ അപക്വതകൾ, അവൾക്കുണ്ടാകുന്ന ഒരു പക്ഷേ നെഗറ്റീവുകൾ എന്ന് പറയുന്ന സംഗതികൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തലോടി ആശ്വസിപ്പിച്ച് പറഞ്ഞ് സ്നേഹത്തോടുകൂടെ അവളെ ശരിയാക്കി കൊണ്ടുവരികയാണ്. അതല്ലാതെ ഓരോ തെറ്റും നോട്ട് ചെയ്ത് അങ്ങനെ ആ തെറ്റുകളുടെ ഒരുപാട് പട്ടികയുണ്ടാക്കി അങ്ങനെ ഒരു മുൻവിധി സ്ഥാപിച്ച് അവളുമായി ഒരു അകൽച്ച സൃഷ്ടിക്കുകയല്ല എന്നുള്ളതാണ്. പിന്നെ ഏറെ പ്രധാനം ഒരു സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഗുണമായിട്ട് പറയുന്നത് വിട്ടുവീഴ്ചയുണ്ടാകണം എന്നുള്ളതാണ്.
അപ്പോൾ പലപ്പോഴും ആളുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾ, പെൺകുട്ടികൾ എത്രമാത്രം അവൾ ഭൂമിയോളം ക്ഷമിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ ഭർത്താവോ ഒരു കടുക്, ഒരു അണു തൂക്കം പോലും വിട്ടുവീഴ്ചയില്ലാതെ പരുഷമായിട്ടുള്ള സ്വഭാവം മതി എന്നുള്ള, അങ്ങനെ പെൺകുട്ടികളെന്തും സഹിക്കാം, പുരുഷന്മാരത് വേണ്ട എന്നുള്ള ചിന്തയാകരുത്. വിട്ടുവീഴ്ച വേണം. അപ്പോഴാണ് സ്നേഹമുള്ള ഒരു ഭർത്താവായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഹുസ്നുൽ ഇശ്റ എന്ന് പറയും. തൻ്റെ ഇണയോട് സ്നേഹം തുളുമ്പുന്ന സമീപനം, അതാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും നല്ല സൗമ്യമായിട്ട്, സരളമായിട്ട്, ലളിതമായിട്ട്, ഹൃദ്യമായ രൂപത്തിലുള്ള ഒരു പെരുമാറ്റം. വഅശിറുഹുന്ന ബിൽ മഅറൂഫ് എന്ന് പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 19 രേഖപ്പെടുത്തുകയുണ്ടായി. അള്ളാൻ്റെ കൽപ്പനയാണിത്. ഒരു ഭീകരതയല്ല, മറിച്ച് വളരെ സ്നേഹം, നന്മ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയുണ്ടായി, വലഹുന്ന മിഥുലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അവൾക്ക് കടമകളുണ്ട്, തീർച്ചയായിട്ടും. കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ് ഈ നമ്മുടെ ഇണ. പക്ഷേ അവൾക്ക് അവകാശങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, ശരിയാണ്. പക്ഷേ അവകാശങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ആ അവകാശങ്ങൾ നമ്മൾ വകവെച്ചു കൊടുത്തേ മതിയാകൂ. പ്രവാചകൻ പറഞ്ഞല്ലോ, ഇസ്തൗസൗ ബിന്നിസാ, ഞാനിതാ വസിയ്യത്ത് ചെയ്യുന്നു സ്ത്രീകളുടെ വിഷയത്തിൽ. അവളോട് നിങ്ങൾ നന്മയിൽ നിലകൊള്ളണം എന്നുള്ളതാണ്, അവളെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ്. ഒരു സംഭവത്തിൽ ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ ഒരിക്കൽ ഈ ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉള്ള, ഈത്തപ്പനകളൊക്കെ ഉള്ള ഒരു തണലുള്ള കണ്ണിനും കാതിനും ഹൃദയത്തിനും, നമ്മൾ സാധാരണ പറയാറുണ്ട് ഹൃദ്യമായ അല്ലെങ്കിൽ നയനാനന്ദകരമായ എന്ന് പറയുമല്ലോ, എല്ലാ അർത്ഥത്തിലും ആനന്ദം തുളുമ്പുന്ന ഒരു സ്ഥലം, ഒരു പൂന്തോട്ടം, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോകുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവർക്ക് ആ സന്ദർഭത്തിൽ ആർത്തവമുണ്ടായി. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രയാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിനക്ക് ചോദിക്കണം, നിനക്കിതുണ്ടായോ? അപ്പോൾ അതെ, ഞാൻ ഉണ്ടായി. അങ്ങനെ അവർ മാറി നിന്നിട്ടാണ് അവിടെ നിന്ന് അല്പം പോയി. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ ഇത് മനസ്സിലാക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുക, അനുഫിസ്തി ഫഖുൽതു നഅം, അതെ എനിക്കതുണ്ടായി എന്ന് പറയാം. ആ സന്ദർഭത്തിൽ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിൻ്റെ ആ കരുതൽ, റസൂലുള്ളാഹിൻ്റെ ചേർത്ത് പിടിക്കൽ. ഫദആനി, എന്നെ അള്ളാഹിൻ്റെ റസൂൽ വിളിച്ചു, ഉമ്മു സലമയെ വിളിച്ചു റളിയല്ലാഹു അൻഹ. ഫഅദ്ഖലനി മഅഹു ഫിൽ ഖമീല, ഖമീലത്തിൽ എന്നെയും ചേർത്തു എന്നാണ്, എന്നെയും കൂട്ടി എന്നാണ്. നമ്മൾ ആലോചിക്കണം, അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ആ മനോഹരമായ പ്രദേശത്ത് റസൂലുള്ള ചേർത്ത് പിടിച്ചുന്ന ഈ ഖമീലത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉള്ള, ഞാൻ നടയെ സൂചിപ്പിച്ച ആ രൂപത്തിൽ ഒരു തോട്ടം അവിടെയാണ്. അപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാം എന്ന് വിചാരിച്ച് നബി പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ പ്രയാസപ്പെട്ട് പുറത്തു പോയി. ആ സമയത്താണ് വിളിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എന്താണ് ഇതൊക്കെ പഠിപ്പിക്കുന്ന പാഠം? നമ്മുടെ ഇണകളൊക്കെ ഇങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവളുടെ മനസ്സിൽ ഒരു വിഷമം, ഒരു നൊമ്പരം, ഒരു വ്യഥ, ഒരു ദുഃഖം അത് വരുന്നു എന്ന് കണ്ടാൽ ചേർത്ത് പിടിക്കാൻ വളരെ കരുതലോടെ തയ്യാറാകണം. അപ്പോഴാണ് നല്ല ഭർത്താവായി മാറാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, പ്രവാചകനും പത്നിയും ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിച്ച് കുളിക്കാറുണ്ടായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെ പാഠങ്ങളാണ് അതിലുള്ളത്? കേവലം കുളി എന്നുള്ള പ്രക്രിയ മാത്രമാണോ? അല്ല, ആ സ്നേഹം പങ്കിടൽ, അവിടേക്കാണ് നല്ല ഭർത്താവ്. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല. എപ്പോഴും ഒരു മൃഗത്തോട് പറയുന്നത് പോലെ വളരെ പരുഷമായിട്ടുള്ള ആ തരം വാക്കുകൾ നമ്മളെ വീടുകളിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ നിസ്സംശയം പറയാം, ഒരു നല്ല ഭർത്താവല്ല. സ്നേഹിക്കാൻ തയ്യാറുള്ളവന് മാത്രമേ ഒരു ഭർത്താവാകാൻ തന്നെ അർഹതയുള്ളൂ എന്നുള്ളതാണ്. ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ
അത് സാധിപ്പിച്ചു കൊടുക്കാൻ, ന്യായമായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ള അതുമുൽ ഇൽറാർ ബിസ്സൗജ, ഇണയെ ദ്രോഹിച്ചുകൂടാ, ഒരർത്ഥത്തിലും അവരെ ദ്രോഹിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അവളുടെ അവകാശങ്ങൾ, വസ്ത്രവും ഭക്ഷണവും ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ എന്ത് ഒരു പ്രശ്നം വീട്ടിലുണ്ടാവുകയാണെങ്കിലും അവൾക്ക് നമ്മളിത് പറയുമ്പോൾ അവൾക്ക് വിഷമമുണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കൽ ഭാര്യയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഭാര്യയോട് സ്നേഹമില്ലായിട്ടല്ല, ഭാര്യയോട് സ്നേഹമുണ്ട്, പക്ഷേ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ആ മനുഷ്യനിങ്ങനെ ആരാധനകളുമായിട്ട് കഴിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് എന്ന് വിളിച്ചിട്ട് പറയാണ്, അദ്ദേഹത്തോട് പറയാണ്, നീ തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ, പകലൊക്കെ നോമ്പ് നോക്കുന്നു, രാത്രി നമസ്കരിക്കുന്നു, നല്ല നല്ല കാര്യങ്ങളാണ്, ഇബാദത്തുകളാണ്, ആരാധനകളാണ്. എന്നിട്ട് പോലും റസൂലുള്ള പറയാണ്, ഫലാ തഫഅൽ, നീ അങ്ങനെ ചെയ്യരുത്. നീ നോമ്പൊക്കെ നോറ്റോ, വഅഫ്തിർ, നോമ്പ് മുറിക്കുകയും ചെയ്യണം. ഇടയ്ക്ക് നോമ്പ് നോറ്റോ, പക്ഷെ എന്നും നോമ്പ് നോൽക്കണ്ട. വക്കും വനം, നീ രാത്രി മുഴുക്കെ നമസ്കരിച്ചിട്ട് ഭാര്യയോടൊപ്പം അവൾക്ക് പറയാനുള്ളത് എന്താണ്, അതിനൊന്നും സമയം കണ്ടെത്താതെ അങ്ങനെയുള്ള ഒരു നമസ്കാരം ഇബാദത്തും വേണ്ട. കുംവനം, നീ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചോ, പക്ഷേ നീ ഉറങ്ങുകയും വേണം. നിന്റെ ശരീരത്തോട് നിനക്ക് കടമകളുണ്ട്. നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതകളുണ്ട്. നിന്റെ ഇണയോട് നിനക്ക് ബാധ്യതകളുണ്ട് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. നമ്മൾ ആ അർത്ഥത്തിലൊക്കെ കാണാറുണ്ടോ എന്ന് ചിന്തിക്കുക എന്നാണ് പറയാനുള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ തൻ്റെ ഇണക്ക് സംരക്ഷണം കൊടുക്കുന്ന ആ കാര്യമുണ്ടല്ലോ, അവളെ സംരക്ഷിക്കണം. അവളെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല, പാർപ്പിടം മാത്രമല്ല, ചികിത്സ മാത്രമല്ല, അവളെ രോഗം വന്നാൽ ചികിത്സ മാത്രമല്ല, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇതൊക്കെ ഹദീസുകളിലുള്ളതാണ്. അവളുടെ ചികിത്സ, അവൾക്ക് വേണ്ടി പ്രാർത്ഥന, ഇത് മാത്രമല്ല പ്രിയമുള്ളവരെ, അവൾക്ക് വേണ്ടി, അവളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നീ രക്തസാക്ഷിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഘട്ടത്തിൽ തൻ്റെ ഇണക്ക് വേണ്ടി ജീവൻ വെടിയേണ്ടി വന്നാൽ അവൻ ഷഹീദാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം തിർമിദി തൻ്റെ സുനനിൽ 1421 നമ്പറിൽ പറയുകയാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ, തൻ്റെ ഇണക്ക് വേണ്ടി അവന് ന്യായമായ കാര്യത്തിന് അവളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ അക്രമികളാൽ നഷ്ടപ്പെട്ടു പോയാൽ അവൻ രക്തസാക്ഷിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ സ്നേഹമുള്ള ഒരു ഭർത്താവായിട്ട് പലപ്പോഴും ആളുകൾ എന്താണെന്നറിയുങ്ങൾ, ഒരു വിളി, ഭാര്യയെ വിളിക്കുമ്പോൾ എന്തെല്ലാം നല്ല പേരുകളൊക്കെ ഉണ്ടാവും, എടി എന്നുള്ള വിളി, അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, തൽക്കാലം നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇണ എന്ന് പറഞ്ഞാൽ അവളെ നമ്മൾ നിക്കാഹ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മരണം വരെ ആ സ്നേഹത്തോടുകൂടെ ഒരുപക്ഷെ കുട്ടികളുണ്ടായാൽ മുന്നോട്ട് പോകും തോറും ആ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലേതുപോലെ സ്നേഹം പങ്കിടാനൊന്നും സാധിച്ചെന്ന് വരില്ല. എങ്കിൽ പോലും സാധ്യമാകുന്നത്ര സ്നേഹമൊക്കെ കൊടുത്ത് ഇസ്ലാമികമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തി അത് ഉറപ്പുവരുത്തി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം
ഞാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് പറയുന്നില്ല. പ്രവാചകന് ഒന്നിച്ച് അവർ കിടക്കും. നബി എഴുന്നേറ്റിട്ട് നിന്ന് നമസ്കരിക്കും, ചിലപ്പോൾ ഇരുന്ന് നമസ്കരിക്കും. എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പ്രവാചകന് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ഞാൻ ഉറങ്ങായിരിക്കും. ഞാൻ ഉറങ്ങാണ് എന്ന് കണ്ടാൽ പ്രവാചകൻ അവിടെ കിടക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രവാചകന് ഭാര്യയോട് ഒക്കെ സംസാരിക്കാനും അതുപോലെ അവരുടെ ആവശ്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ ആ രൂപത്തിൽ ഒരു വിവരണാതീതമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രവാഹമുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാതെ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിന് നമ്മുടെ ഒരു മുമ്പത്തത്ര സ്നേഹമില്ല എന്നുള്ള ഒരു കാര്യം പറയാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് അൽ ഫുർഖാനിൽ. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന ഹബലന മിൻ അസ്വാജിന വമിൻ ദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഭർത്താവ് ഇണയിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ മറുവശം, ഈ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കൺകുളിർമ കിട്ടണം, നല്ല പെരുമാറ്റം കിട്ടണം. അപ്പോൾ ആ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭാര്യയ്ക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ആ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് കൺകുളിർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം തൊബരി രേഖപ്പെടുത്തിയിട്ടുള്ളത്, തൻ്റെ തൻ്റെ മക്കൾ അള്ളാഹുവിനെ ആരാധനകൾ ചെയ്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഒരു ഭർത്താവ് കാണുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സ് നിറയാണ്. അതാണ് കൺകുളിർമ എന്നുള്ളത്. അപ്പോൾ ആ കൺകുളിർമ അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് തിരിച്ചും, ഒരു സൈഡ് മാത്രമല്ല, അതിൻ്റെ നേരെ തിരിച്ചും നമ്മൾ കാണേണ്ടതുണ്ട്. ഭർത്താവിൽ നിന്നുള്ള ഒരു കൺകുളിർമ ഭാര്യയ്ക്ക് കിട്ടണം. അതാ പ്രാർത്ഥനയുടെ ഒരു പാഠം തന്നെയാണ്. ആ ഒരു അവസ്ഥ ഒരു നല്ല ഭർത്താവിന് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഭാര്യമാർക്കിടയിൽ ഈ നീതി പാലിച്ചു എന്ന് നമ്മൾ നേരത്തെ പറയണ്ടായില്ലേ. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാത്ര പോകുമ്പോൾ ആരെ കൂടെ കൊണ്ടുപോകണം, അതിന് നറുക്കെടുക്കും എന്നുള്ളതാണ്. നറുക്കെടുത്തിട്ട് ആരെയാണോ കിട്ടുക അവരെ കൂടെ കൊണ്ടുപോകുമെന്ന ഒരനീതിയില്ലാതിരിക്കാൻ. അതാണ്, എല്ലാവർക്കും പോകാൻ താല്പര്യം ഉണ്ടാകും, എല്ലാവരെയും കൊണ്ടുപോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ എന്താണ്, ഒരു നറുക്കെടുത്തിട്ട് ആർക്കാണോ കിട്ടുന്നത് അവരെ കൊണ്ടുപോകുക. ഇത് പലപ്പോഴും ആളുകൾ എന്താ പറയുക, വിവാഹം കഴിഞ്ഞ് എത്രയോ ആളുകൾ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രവണത എന്താണ്, അവരെ ഫ്രണ്ട്സുകൾ മാത്രം ടൂർ പോവുക, ഭാര്യയും മക്കളൊക്കെ അവിടെ ഇരിക്കുക, അങ്ങനെ എന്നിട്ട് അതിങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ ഭാര്യയെ കൂടെ കൂട്ടണം. അവളുടെയൊക്കെ ഒരു സന്തോഷം, നമ്മളെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ പ്രവാചകൻ്റെ ഈ ബ്രഷ് ഉണ്ടല്ലോ, അറാക്ക് എന്ന് പറയും, ആ അറാക്ക് പ്രവാചകനത് ദന്തശുചീകരണം നടത്തും. ആ ദന്തശുചീകരണം അവസാനമായിട്ട് നടത്താനായിട്ട് ഞാൻ എൻ്റെ വായ കൊണ്ട് അതിൻ്റെ അഗ്രഭാഗം കടിച്ച് ശരിപ്പെടുത്തി എന്നിട്ടാണ് പ്രവാചകൻ്റെ പല്ല് വൃത്തിയാക്കിയത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹി മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ആ ഹദീസിലുള്ളൊരു പ്രയോഗം എന്താ അറിയുള്ളൂ, എൻ്റെ വായയിലെ നീര് അത് പ്രവാചകൻ്റെ വായിലെ നീരുമായി കൂടിച്ചേർന്നു എന്നുള്ളതാണ്. അത് വലിയൊരു സൗഭാഗ്യമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാണ്.
എന്തുകൊണ്ടായിരിക്കും അത്രമാത്രം പ്രവാചകനോടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ഒരു അറിയിപ്പ്, ആ സ്നേഹബന്ധത്തിൻ്റെ ഒരു സൂചന നൽകാൻ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹ ക്ഷമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രമാത്രം ഇഴുകിച്ചേർന്ന ബന്ധമായിരുന്നു. പലപ്പോഴും ഭാര്യയുടെ അത്തരം കാര്യങ്ങളൊന്നും, അതുപോലെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ടും നമ്മൾ ഇന്ന് സ്നേഹമുള്ളൊരു ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ മറുവശമുണ്ട്, അതും നമ്മൾ അറിയണം. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. അവർ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 187-ാമത്തെ സൂക്തത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം സാഹിത്യമായിട്ടുള്ള ഒരു പദപ്രയോഗമാണത്. എന്താണ് അതറിയിക്കുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ ആ രൂപത്തിലുള്ള ഒരു ഹൃദയബന്ധമായിരിക്കണം, ആത്മബന്ധമായിരിക്കണം അവർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുടുംബമുണ്ടല്ലോ, ആ രൂപത്തിൽ നല്ല സ്നേഹം വേണം എന്ന് മാത്രമല്ല, ഇസ്ലാമികമായിട്ടുള്ള അന്തരീക്ഷം. ഇപ്പം ഭർത്താവിന് മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? എത്രയോ ആളുകളുണ്ട് അങ്ങനെ, ഭർത്താവ് മാത്രം ഹജ്ജിന് പോവുക, അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് പിന്നെയും പോകാനുള്ള അവസരം കൊടുക്കുമായിരിക്കാം. അത് തെറ്റാണെന്നല്ല. പരമാവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ആ ഒരു സംഗതി, അതാണ്, ആ ഒരു ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നമസ്കരിക്കുക, അങ്ങനെയാണ് ഹദീസുകളൊക്കെ കാണാനായിട്ട് കഴിയും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നമസ്കരിക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു ബന്ധമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അവളുടെ ആവശ്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ്, അത് നിറവേറ്റണം, അവളുടെ സംതൃപ്തി അത് ഉറപ്പുവരുത്തണം എല്ലാ സംഗതികളിലും എന്നുള്ളതാണ്. അതാണ് ഈ ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. പലപ്പോഴും നമ്മൾ ഈ പുരുഷൻ്റെ ആവശ്യങ്ങളും പുരുഷൻ്റെ സംഗതികളും മാത്രം പറയുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. പക്ഷേ അതെന്താണ്? ഇസ്ലാമികമായിട്ട് 2 സൈഡുകളിലെയും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്താ? ദീനുള്ള ആളെ കല്യാണം കഴിക്കണം എന്നാണ്. എന്തിനാണത്? ഈ ദീനുള്ള ഇണയാണെങ്കിൽ അവൾ ഈ ഭർത്താവിൻ്റെ ദീനിൻ്റെ പകുതി, ദീനുള്ള ഒരാളെ കിട്ടിയാൽ ഭർത്താവിൻ്റെ ദീനിൻ്റെ പകുതി പൂർത്തിയായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മതബോധമുള്ള ആൾ അവളെ ഇണയായി കിട്ടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈമാനികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സഹായമായിട്ട് അവൾ നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ സ്നേഹവും ദീനീ അന്തരീക്ഷവും ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയാവണം. തെറ്റുകൾ തിരുത്തണം. നമ്മൾ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സ്നേഹം കൊടുക്കണം, അവരോടൊപ്പം സമയം ചെലവഴിക്കണം, അവരുടെ ന്യായമായ അവകാശങ്ങൾ അത് പരിഗണിക്കണം, അവരുടെ നന്മകൾ പറയണം. അതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ വീണ്ടും ഉണർത്താനുള്ളത്. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് വിവാഹബന്ധങ്ങൾ ശിഥിലമാകാൻ ഇന്ന് എത്ര ചില പെൺകുട്ടികൾക്ക് വിവാഹം തന്നെ വേണ്ടാന്ന് പറയുന്നു. ചില ആളുകൾ വിവാഹം കഴിച്ച് 6 മാസമാകുമ്പോഴേക്കും ബന്ധങ്ങൾ പിരിയുന്നു. എന്തുകൊണ്ടാണത്? ഇത്തരം കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ തെറ്റുകൾ തിരുത്തുക, എന്നിട്ട് നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നന്മയുള്ള കുടുംബമായി മാറാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലെ ദീനീ അന്തരീക്ഷം അങ്ങനെയുള്ളൊരു കുടുംബത്തിന് മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള കുടുംബങ്ങളായി മാറാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا أنت الغفور الرحيم وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.